ഹായ് ഡിയേഴ്സ്, ഇഷാസ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ടോപ്പിൽ കാണുന്ന ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ പെറ്റലിൻ്റെ ഷേപ്പ് ഒരു ക്യാൻവാസിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കേണ്ട മെറ്റീരിയൽ ഈ രീതിയിലൊന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്ത കട്ടൗട്ട് അതിന് മേലിൽ വെച്ചിട്ട് ഈ രീതിയിലൊന്ന് വരച്ചെടുത്തതിന് ശേഷം ആ വരയിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ വരച്ചെടുത്ത ശേഷം നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിനുശേഷം അതിനെ നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മറിച്ചിടണം. എന്നിട്ട് അതിൻ്റെ എഡ്ജസൊക്കെ ഈ കാണുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഈർക്കലിയോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പെറ്റൽസും ഇതേ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഫ്ലവറിന് ആവശ്യമായിട്ടുള്ള പെറ്റൽസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻ ചെയ്തിട്ടൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലും ത്രെഡും യൂസ് ചെയ്തിട്ട് ഈ കാണുന്ന രീതിയിൽ ഒന്നിന് പിറകിൽ ഒന്നെന്നുള്ള രീതിയിൽ നമ്മളിതിനെ കോർത്തെടുക്കാം. അഞ്ച് പെറ്റൽസ് ഒരു ത്രെഡിൽ വരുന്ന രീതിയിൽ നമ്മൾ കോർത്തെടുത്ത ശേഷം ഈ രീതിയിലൊന്ന് വലിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും. ഇതുപോലെ നമുക്ക് 2 സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ 2 ലെയറും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ചെറിയ പെറ്റലുള്ള ലെയർ വേണം മേലയിൽ വെക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ സെൻറ്ററിൽ ഇതുപോലുള്ളൊരു ഫ്ലവറും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് സാധാരണ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാനപ്പോൾ ഈ ഒരു ടൈപ്പ് ഫ്ലവറാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്ലവറാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഒന്നും കൂടെ അട്രാക്റ്റീവ് ആകും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്കിത് ആ ഒരു ടോപ്പിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പും സ്കേർട്ടും വരുന്നത്. നല്ല ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ ഇതുപോലുള്ള ഫ്ലവറുകളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.